ഹായ് പ്ലസ് ടു മക്കളെ, നീറ്റ് 2026 ഒരു ഡോക്ടർ സ്വപ്നം കണ്ടു നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എഡ്യൂപോർട്ടിന്റെ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയാനുള്ള വീഡിയോ ആയിരിക്കും ഇത്. നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാം. ഇതേ സ്വപ്നം നിങ്ങൾ അതേപോലെ സ്വപ്നം കണ്ടു നടക്കുന്ന പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എഡ്യൂപോർട്ട് കഴിഞ്ഞ മാസം ഓഗസ്റ്റില് കേരളം ഒട്ടാകെ 14 ജില്ലകളിൽ ഡിഫറെന്റ് സെന്റേഴ്സിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഒരു എക്സാം നടത്തിയിരുന്നു. ആ എക്സാമിന്റെ പേര് എഡ്യൂപോർട്ട് മന്ത്ലി ടെസ്റ്റ് എന്നായിരുന്നു. അതിന്റെ ഫോട്ടോസ് ആണ് എന്റെ പിറകിൽ കാണുന്നത്. അപ്പോൾ ഈ ഒറ്റൊരു സിംഗിൾ എക്സാം ആണോ? അല്ല, ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എക്സാമിന്റെ പേര് തന്നെ എഡ്യൂപോർട്ട് മന്ത്ലി ടെസ്റ്റ് എന്ന് തന്നെയാണ്. നീറ്റ് എക്സാമിന്റെ അതേ ഡിഫിക്കൽട്ടി ലെവലുള്ള അതേ പാറ്റേണിൽ നിങ്ങൾക്കൊരു ഓഫ്ലൈൻ എക്സാം ഫീലിംഗ് വരുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷനിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കും നിങ്ങൾ EMT അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം. സെപ്റ്റംബർ മാസത്തിലും നമ്മൾ EMT കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി വരുന്ന എല്ലാ മാസങ്ങളിലും നമ്മൾ EMT കണ്ടക്ട് ചെയ്യും. ആൻഡ് സെപ്റ്റംബർ മാസത്തിലെ ഡേറ്റ് ഞാൻ അനൗൺസ് ചെയ്യാണ്. സെപ്റ്റംബർ 21 സൺഡേ രാവിലെ 10 മണി തൊട്ട് 1 മണി വരെ ആയിരിക്കും നമ്മളുടെ EMT നടക്കുക. കേരളത്തിലെ 14 ജില്ലകളിലും വിവിധ സെന്റേഴ്സിൽ ഈ എക്സാംസ് അവൈലബിൾ ആയിരിക്കും. ആദ്യമായിട്ട് ഈ എക്സാമിനെ കുറിച്ച് കേൾക്കുന്നവരുണ്ടാവും. കഴിഞ്ഞ മാസത്തെ എക്സാം രജിസ്റ്റർ ചെയ്യുകയും എഴുതുകയും ചെയ്ത കുട്ടികളുണ്ടാവും. അപ്പൊ 3 രീതിയിൽ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് ആയിരിക്കും നിങ്ങളെങ്കിൽ ഞാൻ പറയുന്ന സ്റ്റെപ്സ് പ്രോസസ്സ് നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കുക. കഴിഞ്ഞ മാസത്തെ നമ്മളുടെ EMT ഓഗസ്റ്റ് മാസത്തെ എഡ്യൂപോർട്ട് മന്ത്ലി ടെസ്റ്റിന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും എക്സാം അറ്റൻഡ് ചെയ്യുകയും ചെയ്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് ഓൾറെഡി ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും, രജിസ്റ്റർ നമ്പർ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എക്സാം സെന്ററിന്റെ കൺഫർമേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ആ ഡേറ്റ് നോക്കി എക്സാം ഹോളിലോട്ട് വന്നാൽ മതി. നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാനില്ല. ഓക്കെ. ഇനി കഴിഞ്ഞ മാസത്തെ അതായത് ഓഗസ്റ്റ് മാസത്തെ EMT രജിസ്റ്റർ ചെയ്യുകയും എന്നാൽ പല കാരണം കൊണ്ട് മേ ബി എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. അപ്പൊ ആ ഒരു കൂട്ടര് ഒന്ന് രജിസ്റ്റർ ചെയ്യണം. താഴെ ഒരു ലിങ്ക് ഉണ്ടാവും, ഒരു ഫോം ഉണ്ടാവും. ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ഇനി ആദ്യമായിട്ട് ഈ ഒരു എക്സാമിനെ കുറിച്ച് കേൾക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം കേട്ടു പക്ഷെ എന്ത് ചെയ്തില്ല, രജിസ്റ്റർ ചെയ്യാത്ത, അതായത് നിങ്ങളൊരു ഫ്രഷ് ആയിട്ട് EMT രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ, ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ കാണുന്ന ഫോം നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യണം. ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഒരു നോമിനൽ ആയിട്ട് വളരെ ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു 49 റുപ്പീസ് മാത്രമേ നിങ്ങൾക്ക് ചാർജ് ഉള്ളൂ. ആൻഡ് ഡോണ്ട് വറി, നിങ്ങൾ എക്സാംസ് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് റീഫണ്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ എക്സാം എഴുതാൻ വരും എന്നുള്ളൊരു ഉറപ്പിന്, ഒരു വേസ്റ്റേജ് ഒഴിവാക്കാൻ വേണ്ടി മാത്രമുള്ള എമൗണ്ട് ആണ്. സോ ബേസിക്കലി എക്സാം ഈസ് ഫ്രീ. നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ എഡ്യൂപോർട്ടിന്റെ സ്റ്റുഡൻസ്, ഏതെങ്കിലും ബാച്ചിലെ സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലാത്തവരാണെങ്കിലും, എഡ്യൂപോർട്ട് ഒരു ബാച്ചിലെ സ്റ്റുഡന്റ് അല്ല, മറ്റ് സ്ഥാപനങ്ങളുടെ സ്റ്റുഡന്റ് ആണ്, ഇനി എവിടെയും ഒരു സ്ഥാപനത്തിലും കോച്ചിങ്ങിന് പോകാത്തവരാണെങ്കിലും നിങ്ങളൊരു പ്ലസ് ടു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂപോർട്ട് മന്ത്ലി ടെസ്റ്റ് എഴുതാം, ഒരു കുഴപ്പമില്ല. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ അറിയിക്കുക, അവരും ഈ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. കഴിഞ്ഞ എക്സാമിൽ നമ്മൾ ഫേസ് ചെയ്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പലരും അറിഞ്ഞിരുന്നു, എന്നാൽ രജിസ്ട്രേഷൻ ചെയ്യാത്തത് കൊണ്ട് മിസ്സായി പോയി. സോ ഇപ്പോൾ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. ഒറ്റ കാര്യം കൂടി, ഇതിന് സിലബസ് വേണ്ടേ? ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് സിലബസ് വന്നിരുന്നു. സോ സെപ്റ്റംബർ EMTയുടെ സിലബസ് ഞാൻ അനൗൺസ് ചെയ്യുകയാണ്. പ്ലസ് 2 ടോപ്പിക്സില് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി തന്നെയാണ്. നമ്മളെ നീറ്റ് പോലെ തന്നെ ഈ 3 സബ്ജക്ട്സ് ആണ് എക്സാമിന് ഉണ്ടാവുക. സോ കെമിസ്ട്രിയിൽ നിങ്ങൾ റീസെന്റ് ആയിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് തന്നെയാണ് എക്സാമിനുള്ളത്. കെമിക്കൽ കൈനറ്റിക്സും DNF ബ്ലോക്ക് എലമെന്റ്സും ആയിരിക്കും. ഫിസിക്സിലോട്ട് പോവുകയാണെങ്കിൽ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഈ 3 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ബയോളജിയിലോട്ട് പോകുന്ന കേസിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, principle of inheritance and variation, molecular basis of inheritance, evolution, biotechnology and its application. So syllabus നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ PDF ഒക്കെ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ സെൻഡ് ചെയ്യും. രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്, പിന്നീട് മാറ്റി വെച്ചാൽ നഷ്ടപ്പെടുകയും ചെയ്യും. സോ നിങ്ങൾ വേഗം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇൻ കേസ് ചില ജില്ലകളിൽ ഒരു ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്, നമുക്ക് ലിമിറ്റഡ് സീറ്റ്സ് അവിടെ അവൈലബിൾ ആവാൻ ചാൻസ് ഉള്ളൂ. സോ ആദ്യം രജിസ്റ്റർ ചെയ്തവർക്ക് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുകയുള്ളൂ. സോ അത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ആൻഡ് മറക്കരുത്, ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. കഴിഞ്ഞ തവണ രജിസ്റ്റർ ചെയ്തിട്ട് എക്സാം എഴുതാത്തവരും രജിസ്റ്റർ ചെയ്യണം, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. സോ എല്ലാവർക്കും ഒരു നല്ലൊരു എഡ്യൂപോർട്ട് മന്ത്ലി ടെസ്റ്റ് ഞാൻ ആശംസിക്കുകയാണ്. സോ സെപ്റ്റംബർ 21 കേരളത്തിലെ എക്സാം സെന്റേഴ്സിൽ വെച്ച് നമുക്ക് കാണാം.